വണ്ടിയിൽ ആ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ആളുകൾ ഇങ്ങനെ അരച്ച് കയറി വന്നിട്ട് പോക്കറ്റ് അടിക്കാരെന്നും പറഞ്ഞ് ഇടി തുടങ്ങി. ഇവരെന്നെ കൊല്ലും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡാഡിയുടെ കൂടെ ബസ്സിൽ ഉണ്ടായിരുന്നോണ്ടാണ് അവരുടെ ഡാഡിനെ കൊല്ലാതിരുന്നതെന്ന് പറഞ്ഞു. മതതീവ്രവാദത്തിനെതിരെ തൂലിക ചലിപ്പിച്ചാൽ കൈപ്പത്തി വെട്ടിമാറ്റും, കൂടുതൽ പ്രതികരിച്ചാൽ പ്രാണൻ വെടിയേണ്ടി വരും. സമാനമായ വിഷയത്തിന് ഇരയായിരിക്കുകയാണ് മനുസൂദൻ എന്ന യുവാവ്. മനുസൂദൻ ഷെക്യാൻ ന്യൂസിനോടൊപ്പം ചേരുന്നു. മനുസൂദൻ, കഴിഞ്ഞ ദിവസം മങ്ങാട്ടുകവലയിൽ എന്താണ് സംഭവിച്ചത്? ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഡ്യൂട്ടി ഉണ്ടായിരുന്നു. KSRTCയിലാണ് ഞാൻ. എൻ്റെ പേര് മനോജ് താന്നിക്കൽ എന്ന് അറിയപ്പെടുന്നത്. ഒഫീഷ്യൽ നെയിം മൻസൂദൻ TT. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ വന്നു. വെള്ളിയാഴ്ച വീട്ടിൽ വന്നിട്ട് പിള്ളേരുടെ ബർത്ത്ഡേ ആണ്. ജോഷ്വ മോസസ് എന്ന മക്കളുടെ പേര്. ഒരു 11-12 വയസ്സായി. അപ്പോൾ അവരുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർക്ക് ഈ ഡിസംബർ 17-18 തീയതി ബർത്ത്ഡേ. അതിന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങൾ ഒന്നിച്ച് അവിടെ നിന്ന് പോയി. അമ്പലമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ്. അവിടെ നിന്ന് ബസ് കയറാൻ വെയിറ്റ് ചെയ്ത് ബസ് കയറി 4 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ അജീഷ് എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു ഫ്രണ്ട് മൂലവദ്യ ജോലി ചെയ്യുന്ന ഡ്രൈവർ ആ വണ്ടിയിലിരിക്കുന്നത്. അപ്പം വണ്ണപ്പുറത്ത് വന്നപ്പോൾ പറഞ്ഞു, നിന്നെ ആരെ വിളിക്കുന്നുണ്ടോ, ആരാന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ല. പക്ഷെ അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞപ്പം ഇറങ്ങി വാ, അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, വേഗം ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. വണ്ടിയിലിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് അവിടെ ഉണ്ടായിരുന്ന അവർ രണ്ടും അല്ലാണ്ട് വേറൊരാളോട് വണ്ടി കയറിയിരുന്ന ആളെ ഞാൻ ശ്രദ്ധിച്ചപ്പം ആ ആൾ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. സേഫാണ്, കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടോ, ഇവിടെ ഉണ്ടെന്ന് ഒരു 4-5 പ്രാവശ്യത്തോളം ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഇവർ വിളിച്ചപ്പോൾ എന്തോ പന്തികേട് തോന്നി, എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ഞങ്ങളുടെ ആലൊരു BMSൻ്റെ കൂട്ടുകാരുണ്ട്, മുരളീകൃഷ്ണൻ സാറും സ്മിതോഷും. അപ്പോൾ ഞാൻ മുരളീകൃഷ്ണൻ സാറിനെ വിളിച്ച് ചോദിച്ചു, സ്മിതോഷിനെ വിളിച്ച് ചോദിച്ചു. പറഞ്ഞാൽ ഒരു അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചില പറഞ്ഞു. അന്നത്തേനും കാളിയാർ കഴിഞ്ഞായിരുന്നു. പിന്നെ അടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ തൊടുപുഴയാണ്. അപ്പം ഈ ആളിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകും, മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് സേഫല്ല എന്നൊരു തോന്നൽ വന്നിട്ട് എന്നാൽ പിന്നെ തൊടുപുഴ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം, ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അത് ആ യാത്ര ചെയ്യാൻ തുടർന്നു. അപ്പോൾ ഈ വണ്ടിയിലിരുന്ന ആൾ ഞാൻ നോക്കി ഇറങ്ങുന്ന എവിടെയാണ് ആ പുള്ളി ഇറങ്ങിയപ്പം മങ്ങാട്ടുപോലെ വെച്ചായിരുന്നു. ഇറങ്ങിയപ്പോൾ എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പുള്ളി ഇറങ്ങിപ്പോയത്. അപ്പം വണ്ടിയിൽ ആ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ആളുകൾ ഇങ്ങനെ അരച്ച് കയറി വന്നിട്ട് എന്നെ കണ്ട വഴി ചോദ്യം ചെയ്യാതെ പോക്കറ്റ് അടിക്കാരെന്നും പറഞ്ഞ് ഇടി തുടങ്ങി. ഇവരുടെ ട്രെൻഡ് അതാ. പോക്കറ്റ് അടിക്കാനും പെണ്ണുപിടുത്തക്കാരനും എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കില്ല. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ഇടി തുടങ്ങിക്കഴിഞ്ഞപ്പം നമുക്കറിയാം ഞാൻ പിള്ളേരെ പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ യഥാർത്ഥ കാരണം പറയുക, എന്തിനാണ് ഇടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ട് ഞങ്ങളുടെ വിശ്വാസങ്ങൾക്കെതിരായിട്ട് ഞങ്ങളുടെ ശരീഅത്ത് നിയമം താലിബാൻസ് നടപ്പാക്കുന്നതിനെതിരായിട്ട് നീ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ചെയ്യുന്നു, നീ ആരാ ചോദിക്കാൻ? അങ്ങനെ രീതിയിലാണ് അവർ സംസാരിച്ച കൂടെ നല്ല ഇടിയായിരുന്നു. തല ഇവിടെ നിന്ന് അനക്കാൻ പാടില്ല. എനിക്ക് ഇപ്പോൾ ഈ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒന്ന് എഴുന്നേറ്റ് തന്നെ. എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റുന്നില്ല. നല്ല അപ്പം നല്ല അത് കാരണം അപ്പോൾ ഇവരെന്നെ കൊല്ലും എന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് അനസ് എന്ന ഒരാളുണ്ടായിരുന്നു, ഞാൻ അറിയുന്ന ഒരു തട്ടുകട നടത്തുന്ന ആളാണ്. അവൻ്റെ കയ്യിൽ വടിവാൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇവന്മാർ കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമമായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചുകൂടി ഈ കർമ്മം എന്നെ കൊല്ലുക എന്ന ഈ കാര്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു. കൂടെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. മക്കൾ എന്നെ എൻ്റെ അടുത്തിരുന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ ഇടികൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റ് മക്കളുടെ അടുത്തേക്ക് അവരുടെ മേത്ത് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് ചാരി നിന്നപ്പം പുറകിൽ നിന്ന് റോഡിൻ്റെ പുറത്തുനിന്ന് ആൾ കയറി ആഞ്ഞിടിച്ചു. എനിക്കിട്ട് ഇടിച്ചാൽ, പക്ഷെ എനിക്കിട്ട് കൊണ്ടില്ല, എൻ്റെ മോൻ്റെ കൊണ്ട്. അപ്പോൾ ഉറങ്ങിയിരുന്നാൽ അവർ ചാടി എഴുന്നേറ്റ് കരയാൻ തുടങ്ങി. അവർ നോക്കിയപ്പോൾ ഡാഡീനെ ഇടിക്കുന്ന കണ്ടിട്ട് അവരാകെ പേടിച്ചു. ഞാനും ആകെ പേടിച്ചു. ആകെ ഒരു മരണഭയം എനിക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തു. ഇപ്പം തന്നെ ഞാൻ കൊല്ലപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് മുള്ളരിങ്ങാട് നിന്ന് തൊടുപുഴയിലേക്കുള്ള വണ്ടി കയറി വണ്ണപ്പുറം എത്തിയപ്പം രണ്ടുപേര് ഡാഡിനെ വിളിച്ചു. അപ്പം ഡാഡി ഇറങ്ങിപ്പോയില്ല, ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ല. പിന്നെ തൊടുപുഴ മങ്ങാട്ടുകാവിൽ എത്തിയപ്പോൾ കുറേ പേര് ബസ്സിന് ചുറ്റും വന്നിട്ട് പിന്നെ 5-6 പേര് അകത്തേക്ക് കയറി വന്ന് ഡാഡീനെ അടിക്കുമായിരുന്നു. അപ്പം എൻ്റെ കൈക്കിട്ടും കൊണ്ടു. അപ്പം ഞാൻ എപ്പോഴാണ് എഴുന്നേറ്റെ. അപ്പോൾ ഡാഡീനെ അടിക്കണ കണ്ടു, പോക്കറ്റടിക്കാരനാണെന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡാഡി എന്താന്ന് ചോദിച്ചു ആ ചേട്ടന്മാരോട്. അപ്പം ചേട്ടന്മാർ ഒരു മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് ഇനി ഇതുപോലത്തെ പോസ്റ്റൊക്കെ ഫേസ്ബുക്കിൽ ഇടുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോപ്പുലർ ഫണ്ടുകാരോട് കളിക്കരുത്, മുസ്ലിംകാരെ പറ്റി അറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞു. 150 പേരോളം ഉണ്ടായിരുന്നു. വണ്ടിയിലേക്ക് ചാടി കയറി ഒരു 8 പേര് വെച്ച് കയറി ഇറങ്ങി ഇടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 8 പേര് വന്ന് ഇടിക്കും, അവർ ഈ ഫ്രണ്ടിൽ കൂടെ വന്ന് ഇടിച്ച് ബാക്കിൽ കൂടെ വന്ന് ഇടിക്കുന്നുണ്ട്, അവർ പോകും, പിന്നെ അടുത്ത സെക്ഷൻ വരും, അങ്ങനെ ഇടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അപ്പം ഞാനോർത്ത് ഇനി ഞാൻ ഇവർ ഇടിച്ച് തന്നെ എന്നെ കൊല്ലും എന്ന ഫീലിങ്സിലിരുന്നപ്പം ദൈവം ജീവിക്കുന്നുണ്ട്. ദൈവം കറക്റ്റ് സമയത്ത് ദൈവം അനിൽകുമാർ എന്ന സാറിൻ്റെ രൂപത്തിൽ വന്നു. ആ ട്രാഫിക് പോലീസിൽ ആ സാറ് ഓടി വന്ന് അവരെല്ലാം പുള്ളി പറ്റുന്നില്ലായിരുന്നു, അവരെല്ലാം സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് അവരെല്ലാം തട്ടി മാറ്റിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എൻ്റെ അടുത്ത് നിന്ന് എല്ലാവരെയും തട്ടി മാറ്റാൻ നോക്കിയപ്പം അനസ് പറഞ്ഞ ആൾ ഈ സാറിനെയും തള്ളി പുറകോട്ടാക്കി കഴിഞ്ഞ് സാറ് വീഴാനായിട്ട് തുടങ്ങി. ആഞ്ഞു പോയിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പുള്ളി വേഗം തന്നെ അവരോട് മാറിയൊക്കെ പറഞ്ഞു. പോലീസ് അപ്പം തന്നെ വിളിച്ചു. എൻ്റെ അടുത്ത് നിന്ന് അവരെ എന്നെ ഇടികൊള്ളാണ്ട് തടുത്ത് നിർത്തിക്കൊണ്ട് തന്നെ. അപ്പം തന്നെ പിള്ളേർ രണ്ടും എഴുന്നേറ്റ്, ഒരാൾ കരയുന്നുണ്ട്, ഒരാൾ പേടിച്ചപ്പം അവിടെ നിന്ന ഒരു കണ്ണാടി വെച്ച ഒരാളുടെ കയ്യിലും വടിവാളുണ്ടായിരുന്നു. ഞങ്ങൾ ഡാഡിയുടെ കൂടെ ബസ്സിലുണ്ടായിരുന്നോണ്ടാണ് അവർ ഡാഡീനെ കൊല്ലാതിരുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് രാത്രി കിടക്കുമ്പോൾ എപ്പോഴും പേടിയാ ഡാഡിനെ അവർ കൊല്ലാൻ വരുമെന്ന് ഓർത്ത് ഭയങ്കര പേടിയാ. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ആരെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആയുധമെടുത്ത് പോരാടാറില്ല. ആശയം കൊണ്ട് ആശയത്തെയാണ് നേരിടുള്ളൂ. ഒരാളോട് എനിക്ക് ഇവിടെ എങ്ങും ശത്രുതയില്ല, പക്ഷേ ആശയത്തെ ഞാൻ ആശയം കൊണ്ട് പോരാടാം. മനുസൂദൻ, താങ്കൾ എന്നു മുതലാണ് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചു തുടങ്ങിയത്? 1991 എൻ്റെ അമ്മ ബ്രദറും വിശ്വാസത്തിലേക്ക് വന്നു. ഈ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. പ്രസംഗങ്ങളുടെ പ്രഭു എന്നറിയപ്പെട്ടിരിക്കുന്ന ആർ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഈ MM അക്ബർ, മുഹമ്മദ് ഈസ എന്നിവർ നമ്മുടെ വിശ്വാസത്തെയും ക്രിസ്തീയ വിശ്വാസത്തെയും മതത്തെയും ബൈബിളിനെയും യേശുക്രിസ്തു വ്യഭിചാരിയാണ്, യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ വ്യഭിചാരിയാണ് എന്നിങ്ങനെ നമ്മുടെ മതത്തെ താഴ്ത്തി കെട്ടിക്കൊണ്ടുള്ള സംസാരങ്ങൾ ആ ഇടയ്ക്ക് അദ്ദേഹം സ്റ്റേജ് കെട്ടിയും ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്തും കേരളത്തിലെമ്പാടും നടത്തിയിരുന്നു. അതിനെതിരെ പ്രസംഗിച്ചവരിൽ പ്രമുഖൻ അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിക്ഷനെന്ന് അവകാശപ്പെടാൻ യോഗ്യതയില്ല, കൂടെ നടന്നിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം അന്ന് മുതലേ ഈ കാര്യങ്ങളിങ്ങനെ പഠിക്കണമെന്ന ചിന്ത എന്നിൽ രൂഢമൂലമാവുകയും അനിൽകുമാർ അയ്യപ്പൻ, ജസ്റ്റിൻ പല്ലുവാതിക്കൽ, പിന്നെ ഫിന്നി വർഗീസ്, അങ്ങനെ ഞങ്ങളുടെ അറിയപ്പെടുന്ന ചില ആൾക്കാർ ഇതിനെതിരെ സംസാരിക്കുന്ന നോട്ടുകളും എല്ലാം ഞാൻ ശ്രദ്ധിക്കാനിടയായിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശ്വാസം സത്യമാണ്. അവരുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ഞാൻ പഠിച്ചപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ പറയുന്ന കാര്യങ്ങൾ അവർ താലിബാൻസ് ഇന്ത്യയിൽ നടപ്പാക്കുക, അതുമാത്രമാണ് അവരുടെ ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കുക. അതാണ് ഈ കഴിഞ്ഞ ദിവസം എന്നിൽ നടത്താൻ നോക്കിയത്. അവർ ശരീഅത്ത് നിയമം നടപ്പിലാക്കാനാണ് നോക്കിയത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരാളാണ് ഇവരെന്നും. എന്നാൽ നമ്മുടെ വിശ്വാസമാണ് സത്യമെന്നും അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ആരെ അടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആയുധമെടുത്ത് പോരാടാറില്ല. അവൻ ആശയം കൊണ്ട് ആശയത്തെയാണ് നേരിടുന്നത്. ഞാൻ ഒരിക്കലും ഒരാളുടെ ശത്രുവല്ല.
ഒരാളോട് എനിക്ക് ഇവിടെ എങ്ങും ശത്രുതയില്ല. പക്ഷേ ആശയത്തെ ഞാൻ ആശയം കൊണ്ട് പോരാടാറുണ്ട്. ആശയം കൊണ്ട് പോരാടാനില്ലാത്തപ്പോൾ ആയുധമെടുക്കുന്നവരാണ് മറ്റുള്ളവരെന്ന് കൃഷ്ണകുട്ടിയാച്ചായൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കാര്യം മനസ്സിലാക്കുമ്പോൾ നമുക്കെതിരായിട്ട് ഇവർ തിരിയുന്നതിൻ്റെ പ്രധാന കാരണം ഇവരുടെ സംഹിതകളിലോ ഗ്രന്ഥങ്ങളിലോ ഇതിന് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിട്ടില്ല. പകരം നമ്മളെ താഴ്ത്തി കെട്ടുക, നമ്മുടെ ബൈബിളിനെ താഴ്ത്തി കെട്ടുക, സുവിശേഷത്തെയും നമ്മുടെ വിശ്വാസത്തെയും താഴ്ത്തി കെട്ടുക, അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ടുള്ള ശ്രമം മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്നൊരു തീവ്രവാദ സംഘടനയുണ്ട്. ഞങ്ങളുടെ ജോസഫ് സാറിന് കൈവെട്ടിയ അവരാണ്. അവരിലെ പ്രധാനിയായ ഒരാളാണ് ഇപ്പോൾ എനിക്കെതിരെ ഇവിടെ നിൽക്കുന്ന. മൻസൂദൻ, ഇതിന് മുന്നേയും ഏതെങ്കിലും വിധത്തിലൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ആർ കൃഷ്ണൻകുട്ടി എന്ന ഒരാളുടെ ശിഷ്യനാണ്. ഞാൻ ഈ അച്ചായൻ്റെ കൂടെ നടന്ന് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ച് അപ്പം നമുക്ക് നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുമായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് കുറച്ച് ജോലിയൊക്കെ കിട്ടി KSRTC വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ KSRTC ഗ്രൂപ്പുകളിലും ഇവർ നമ്മളെ സുവിശേഷത്തെയും ബൈബിളിനെയും എല്ലാം കളിയാക്കിക്കൊണ്ട് അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിയാക്കിക്കൊണ്ട് അവർ ഇട്ടപ്പം ഞാൻ അതിനെതിരായിട്ട് പോസ്റ്റ് ഇട്ടു. പിന്നെ നമ്മുടെ നരേന്ദ്രമോദിയെക്കുറിച്ച് വളരെ ഹീനമായ രീതിയിൽ അവർ പോസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി ഒരൊറ്റ ആൾ കൊണ്ടാണ് നിങ്ങളിത് നിങ്ങളുടെ രാജ്യമാക്കാത്തത്, അല്ലെ പണ്ടേ ഇത് പേരും മാറ്റി നിങ്ങളുടെ രാജ്യമാക്കിയാനെ എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ടപ്പം എന്നെ ഗ്രൂപ്പിൽ നിന്ന് ഇവർ റിമൂവ് ചെയ്തു. മുസ്ലിം സഹോദരന്മാർ റിമൂവ് ചെയ്തു. മുരളീകൃഷ്ണൻ എന്ന് പറഞ്ഞ ചേട്ടൻ വീണ്ടും ആഡ് ചെയ്തു. ഇവരുടെ പോസ്റ്റുകൾക്കെല്ലാം മറുപടി കൊടുക്കുന്നതുകൊണ്ട് ഇവർ അപ്പോൾ തന്നെ റിമൂവ് ചെയ്തു, വീണ്ടും ആഡ് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇത് തുടർന്നുകൊണ്ടിരുന്നു. ഇവരുടെ പരിപാടികൾ ഞാൻ തുടർന്ന് വന്ന് പിന്നെ ഞാൻ ആ ഗ്രൂപ്പിലേക്ക് പോകാറില്ല. അപ്പോൾ ആ ഇടയ്ക്ക് മുരളീകൃഷ്ണൻ ചേട്ടൻ BMSന് ഞങ്ങളുടെ അവിടുത്തെ സെക്രട്ടറിയാണ് പറഞ്ഞു, മോനെ നീ സൂക്ഷിക്കണം, നിനക്ക് എതിരെ അവർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, നിന്നെ കൊല്ലാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്, അതുകൊണ്ട് നീ വളരെ ശ്രദ്ധിക്കണം. ആല് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുൾ പ്രൊട്ടക്ഷൻ, ഞങ്ങളുടെ ആൾക്കാർ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും, നീ പേടിക്കാനില്ല, പക്ഷെ മറ്റോരോ സ്ഥലത്തും നീ ശ്രദ്ധിക്കണം എന്നെന്നോട് പറഞ്ഞിരുന്നു. അവർ എന്നെ ഗ്രൂപ്പിൽ കൂടെ ഒത്തിരി തെറിയൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർ എൻ്റെ ഫേസ്ബുക്കിലെ അക്കൗണ്ടൊക്കെ അവർ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവരെ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ ഫോൺ മൊബൈൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വ്യാപകമായിട്ട് അവരുടെ ഇതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അന്ന് പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് തന്നെ ഗ്രൂപ്പിലേക്ക് വിട്ടു. എന്നിട്ട് നീ ബൈബിൾ പ്രചാരകനല്ലേ, നീ എന്താ ഞങ്ങൾക്കെതിരെ പറയാൻ നീ ആരാ, ഞങ്ങൾക്കെതിരെ സംസാരിക്കാൻ നീ ആരാ എന്നൊക്കെ ഉള്ള ചോദ്യം ചെയ്തിരുന്നു. അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. പോപ്പുലർ ഫ്രണ്ട് എന്നൊരു തീവ്രവാദ സംഘടനയുണ്ട്. ഞങ്ങളുടെ ജോസഫ് സാറിന് കൈവെട്ടിയ അവരാണ്. അവരിലെ പ്രധാനിയായ ഒരാളാണ് ഇപ്പോൾ എനിക്കെതിരെ ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ സോഴ്സ് വന്നിരിക്കുന്ന ആലുവയിൽ നിന്ന് തന്നെയാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ആരൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് അവർ ഫേസ്ബുക്കിലും മറ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലും വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് അവരെല്ലാം കള്ളക്കേസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന. മതനിന്ദ ആരോപണത്തിന്റെ പേരിൽ പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റി. സമാനമായ വിഷയത്തിൽ താങ്കളും പ്രതികരിച്ചിരിക്കുകയാണ്. അന്നത്തെ സംഭവത്തിൽ അക്രമി സംഘം താങ്കൾക്കെതിരെ എന്താണ് പദ്ധതിയിട്ടിരുന്നത്? ഇത് അവർ ചെയ്യുന്ന അവരുടെ തന്ത്രമാണിത്. അവരുടെ തന്ത്രം എന്ന് പറഞ്ഞാൽ സത്യസരനെ അവർ മലപ്പുറത്തുണ്ട്. ഞങ്ങളുടെ അടുത്ത് പൈങ്ങോട്ടൂർ സത്യസരനെ ഒരു ശാഖ വരുന്നുണ്ട്. അവരുടെ അവരുടെ മതത്തിലേക്ക് ആളെ ചേർക്കുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ ആരൊക്കെയാണ് പ്രതികരിക്കുന്നതെന്ന് അവർ ഫേസ്ബുക്കിലും മറ്റ് എല്ലാ സോഷ്യൽ മീഡിയയിലും വാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് അവരെല്ലാം കള്ളക്കേസുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനം. തിരുവല്ലയുള്ള മോനിച്ചെന്ന ഒരു ബ്രദറിനെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കള്ളക്കേസ് കുടുക്കി അകത്താക്കി. പക്ഷേ 5-6 ദിവസത്തിന് ശേഷം വിട്ടു. കാരണം ഇവർ പറഞ്ഞ കള്ളക്കഥകളൊന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലായി. ഇവരപ്പം എവിടെയും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആര് ശബ്ദമുയർത്തുന്നുണ്ടോ അവൻ്റെ നാവിനെ അരിഞ്ഞു കളയുക, അല്ല അവൻ്റെ കഴുത്തരിഞ്ഞു കളയുക. അങ്ങനെയുള്ളവരെ നിശബ്ദമാക്കിയാൽ അവരുടെ താലിബാൻസും ഗുണ്ടായിസും ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അവർ
ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. അവരെന്നെയും കൊല്ലുവാൻ തന്നെയാണ് ശ്രമിച്ചത്. എന്നെ കൊല്ലാൻ വേണ്ടി വടിവാളും എല്ലാ സംവിധാനം വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഞാൻ മരണപ്പെടാൻ. ഇതെനിക്കൊരു പുനർജന്മം തന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഈ പുനർജന്മം ഈ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ ക്രൈസ്തവരെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിക്കും. സംഭവത്തിൽ താങ്കളുടെ തുടർ നടപടികൾ എന്തെല്ലാമാണ്, ഒന്ന് വിശദീകരിക്കാമോ? തൊടുപുഴ പോലീസ് സ്റ്റേഷൻ എന്ന് അറിയാൻ കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് ഈ കേസിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അവർ പല ഈ തീവ്രവാദികൾ പല സ്ഥലങ്ങളിലും എനിക്കെതിരായിട്ട്, ഇപ്പോൾ എൻ്റെ സ്വന്തം സ്ഥലമായ കാളിയാർ പോലീസ് സ്റ്റേഷനിൽ അവർ എനിക്കെതിരായിട്ട് മതമെന്ന് ആരോപിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. അപ്പം പല സ്ഥലത്തും ഇങ്ങനെ അവർ കേസുകൾ ആസൂത്രണം ചെയ്യും. എന്നെ കൊല്ലാനായിട്ടുള്ള എല്ലാ ശ്രമവും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓൾറെഡി ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. വാർത്ത ഏതാനും മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് ശേഷം താങ്കൾക്ക് പിന്തുണയുമായി ഏതെങ്കിലും മുഖ്യധാര സംഘടനകളോ അങ്ങനെ മറ്റെന്തെങ്കിലും മുന്നോട്ടെത്തിയിരുന്നോ? എപ്പോഴും നട്ടലില്ലാത്തവരാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഏത് പ്രസ്ഥാനത്തിൻ്റെയും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നേരോടെ അത് നോക്കിക്കാണാനും നേരോടെ അതിനൊരു ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും കഴിവുള്ളവർ നമ്മുടെ പ്രസ്ഥാനങ്ങളിലില്ല. ആരെങ്കിലും നിശബ്ദമാക്കുമെന്ന് കണ്ടാൽ അവർ നിശബ്ദമാക്കുമെന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്നവരാണ് നമ്മുടെ അധികം ആൾക്കാരും. അതാണ് നമ്മുടെ സഭകളുടെ ഒരു പോരായ്മ. എല്ലാ ക്രിസ്ത്യാനികളും കൂടി ചേർന്നുള്ള സമിതിയിലെ ഒരു സജീവ പ്രവർത്തകനാണ് ഞാൻ. അപ്പം എല്ലാവരുടെയും സജീവമായി പിന്തുണ എൻ്റെ അടുത്തുണ്ട്. ഒപ്പം തന്നെ ഞാൻ തൊഴിലാളി യൂണിയനായ BMSലാണ് ആലുവയിൽ. ആലുവ BMSൻ്റെ ഫുൾ സപ്പോർട്ട്, കേരളത്തിലെ BMSൻ്റെയും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ട്. ക്രൈസ്തവ സമിതികളുടെ സർവ്വ സപ്പോർട്ടും, എല്ലാ ക്രൈസ്തവ സഭകളുടെയും പിന്തുണയും സപ്പോർട്ടും എനിക്ക് ഈ കാര്യത്തിലുണ്ട്. ക്രിസ്തീയ വിരോധം പരത്തുന്ന എന്ത് പ്രവർത്തനങ്ങളുണ്ടായാലും അവിടെ സജീവമായിട്ട് മനോജ് താന്നിക്കലെന്ന് ഞാൻ ഒന്നാം സ്ഥാനത്തുണ്ടാവും, എന്നെ കൊല്ലുന്നത് വരെ. മനുസൂദൻ്റെ ഭാവി തീരുമാനം എന്താണ്? ഇത്തരം വിഷയങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. ഇനി തുടർന്നും ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാനാണോ താല്പര്യം? ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും നേരെയാണെങ്കിലും MM അക്ബർ, മുഹമ്മദ് ഈസ തുടങ്ങിയവരിലൂടെയാണെങ്കിലും ഇങ്ങനെയുള്ള ക്രിസ്തീയ വിരോധം പരത്തുന്ന എന്ത് പ്രവർത്തനങ്ങളുണ്ടായാലും അവിടെ സജീവമായിട്ട് മനോജ് താന്നിക്കലെന്ന് ഞാൻ ഒന്നാം സ്ഥാനത്തുണ്ടാവും, എന്നെ കൊല്ലുന്നത് വരെയും. ഞാൻ ഒരാൾ മരിച്ചാൽ കൃഷ്ണൻകുട്ടിച്ചായൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കട്ടെ. ഒരു മനോജ് മരിക്കുമ്പോൾ 1,00,000 ക്രിസ്ത്യാനികൾ ആ രക്തത്തിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, ക്രിസ്തീയതയ്ക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സമൂഹത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും തലപൊക്കുന്ന തീവ്രവാദ അജണ്ടകളെ തകർക്കുവാൻ ഇനിയും ശബ്ദങ്ങൾ ഉയരേണ്ടതുണ്ട്. നാം പ്രതികരിക്കാതെ പിൻവാങ്ങിയാൽ സമൂഹത്തെ കാത്തിരിക്കുന്നത് വലിയ ആപത്തുകളാണ്. നാം പ്രതികരിക്കാൻ മറന്നാലും മനുസൂദനെ പോലെയുള്ളവരെ പിന്താങ്ങുവാൻ മറക്കരുത്.